നെറ്റ്വർക്ക് ടോപ്പോളജീസ് എന്നുള്ള ടോപ്പിക്കാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനായിട്ട് പോകുന്നത്. ഒന്നിലധികം കമ്പ്യൂട്ടേഴ്സ് ഏതെങ്കിലും ഒരു കമ്മ്യൂണിക്കേഷൻ മീഡിയം വഴി പരസ്പരം കണക്ട് ചെയ്തിരിക്കുന്നതാണ് ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഫോം ചെയ്യുന്നത്. ഏത് രീതിയിലാണ് ഈ നോഡ്സിനെ, ഇപ്പം നമ്മൾ പറഞ്ഞു കമ്പ്യൂട്ടർ നെറ്റ്വർക്കിലേക്ക് കണക്ട് ചെയ്തിട്ടുള്ള ഡിവൈസസിനെ, കമ്പ്യൂട്ടേഴ്സിനെ നമ്മൾ നോഡ്സ് എന്ന് പറയും. ഈ നോഡ്സിനെ ഏത് രീതിയിലാണ് നമ്മൾ ഫിസിക്കലി കണക്ട് ചെയ്യുന്നത്, അതിനെയാണ് ടോപ്പോളജി എന്ന് പറയുന്നത്. ഏതൊക്കെ രീതിയിൽ നമുക്ക് ഡിവൈസസിനെ കണക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ടോപ്പോളജിയിൽ പറയുന്നത്. The way in which the nodes are physically interconnected to form a network is called topology. ടോപ്പോളജി മെയിൻ ആയിട്ടും വരുന്നത് ബസ്, സ്റ്റാർ, റിംഗ്, മെഷ്, 4 രീതിയിലാണ് ടോപ്പോളജീസ് പറയുന്നത്. ബസ് ടോപ്പോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഒരു നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു സിംഗിൾ കമ്മ്യൂണിക്കേഷൻ ചാനൽ കാണാനായിട്ട് പറ്റും. ഇതിലാണ് ബസ് എന്ന് പറയുന്നത്. ഈ മെയിൻ കേബിളിലേക്കായിരിക്കും ബാക്കിയുള്ള കമ്പ്യൂട്ടേഴ്സിനെയൊക്കെ കണക്ട് ചെയ്തിരിക്കുന്നത്. ഈ രീതിയിൽ വരുന്നതാണ് ബസ് ടോപ്പോളജി. ഏതൊരു ഡിവൈസിലും ഡാറ്റ സെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് വേറൊരു ഡിവൈസിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം ഡാറ്റ ഈ ബസ്സിലേക്ക് സെൻഡ് ചെയ്യും. ഈ ബസ് വഴി എന്ത് ചെയ്യും, അത് ഓരോ നോഡിലേക്കും കിട്ടും. അപ്പം ഇപ്പം ഈ ഒരു ഡിവൈസിനാണ് ഡാറ്റ സെൻഡ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ആ ഡിവൈസ് എന്ത് ചെയ്യും, ഒരു ഡാറ്റ ഒരു പ്രീ ഡിഫൈൻഡ് ഫോർമാറ്റിൽ അറേഞ്ച് ചെയ്തിട്ട് ഈ ബസ് വഴി സെൻഡ് ചെയ്യും. ബ്രോഡ്കാസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഡിവൈസിലേക്കും സെൻഡ് ചെയ്യുക എന്നുള്ളതാണ് ബ്രോഡ്കാസ്റ്റ് ചെയ്യുക എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഒരു നെറ്റ്വർക്കിലേക്ക് ഉള്ളത്. പോയിന്റ് ടു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെൻറ്ററും ഉണ്ടാവും, ഒരു റിസീവർ ഉണ്ടാവും. കറക്റ്റ് ഒരു സെൻറ്റർ ഒരു റിസീവർ എന്നുള്ള രീതിയിൽ വരുന്നതാണ് പോയിന്റ് ടു പോയിന്റ്. ഒരു നോഡ് ഒരു നെറ്റ്വർക്കിലെ എല്ലാ നോഡിലേക്കും സെൻഡ് ചെയ്യുന്നതിനെയാണ് ബ്രോഡ്കാസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പം ഈ പാക്കറ്റ് ബ്രോഡ്കാസ്റ്റ് ചെയ്യും. അതെന്ത് ചെയ്യും, ആ നെറ്റ്വർക്കിലെ ബാക്കി ഡിവൈസസ് റീഡ് ചെയ്ത് കഴിയുമ്പോൾ അതിനകത്തൊരു ഡെസ്റ്റിനേഷൻ അഡ്രസ്സ് എന്ന് പറയുന്ന ഒരു ഫീൽഡ് ഉണ്ടാവും. ഡെസ്റ്റിനേഷൻ അഡ്രസ്സ് എല്ലാ ഡിവൈസും അവരുടെ ഡെസ്റ്റിനേഷൻ അഡ്രസ്സുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അവരുടെ പാക്കറ്റ് അല്ലെങ്കിൽ അവരെന്ത് ചെയ്യും, അതിനെ ഡിസ്കാർഡ് ചെയ്യും. അതല്ലെങ്കിൽ ഏത് ഡിവൈസിനെ ആണോ ഉദ്ദേശിച്ചിട്ടാണോ അത് സെൻഡ് ചെയ്തിരിക്കുന്നത്, ഈ ഒരു ഡിവൈസ് ആണെന്ന് വിചാരിക്കുക. അപ്പം ഈ ഡിവൈസ് എന്ത് ചെയ്യും, പാക്കറ്റിനെ റീഡ് ചെയ്തിട്ട് അതിന്റെ ഡെസ്റ്റിനേഷൻ അഡ്രസ്സുമായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കും. ഈ ഡിവൈസിന്റെ ഡെസ്റ്റിനേഷൻ അഡ്രസ്സും നമ്മുടെ പാക്കറ്റിൽ കിടക്കുന്ന ഡെസ്റ്റിനേഷൻ അഡ്രസ് എന്ന് പറയുന്ന ഫീൽഡിലെ അഡ്രസ്സും ഒരുപോലെയാണെങ്കിൽ അത് ഈ പാക്കറ്റിനെ ഉദ്ദേശിച്ചിട്ടുള്ളതാണ്, അതുകൊണ്ട് ഈ നോഡിനെ ഉദ്ദേശിച്ചിട്ടുള്ളതാണ്, അതുകൊണ്ട് ഈ നോഡ് ആ പാക്കറ്റിനെ അക്സെപ്റ്റ് ചെയ്യും. ഈ രീതിയിലാണ് ബസ് ടോപ്പോളജി വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഏതൊരു ഡിവൈസിനും മറ്റൊരു ഡിവൈസിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം ആ പാക്കറ്റ് ബസ്സിലേക്ക് സെൻഡ് ചെയ്യും. ഈ നെറ്റ്വർക്കിലുള്ള എല്ലാ ഡിവൈസും ആ പാക്കറ്റ് റീഡ് ചെയ്യും. ഡെസ്റ്റിനേഷൻ അഡ്രസ് എന്ന് പറഞ്ഞ് ആ പാക്കറ്റിന്റെ ഫീൽഡിൽ കിടക്കുന്ന അഡ്രസ്സും ഏത് ഡിവൈസിന്റെ അഡ്രസ്സുമായിട്ടാണോ മാച്ച് ചെയ്യുന്നത് ആ ഡിവൈസ് മാത്രം അതിനെ റീഡ് ചെയ്യും, ബാക്കിയുള്ളതൊക്കെ അതിനെ ഡിസ്കാർഡ് ചെയ്യും. ഇനി ഇതിന്റെ രണ്ട് അറ്റത്തുമായിട്ട് ടെർമിനേറ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പാക്കറ്റ് ഈ ബസ്സിൽ കൂടി സെൻഡ് ചെയ്യുന്നു പറഞ്ഞു. അപ്പം പാക്കറ്റ് ഇവിടെ വരെ എത്തിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ ടെർമിനേറ്റർ എന്ത് ചെയ്യും, അതിനെ ക്യാപ്ചർ ചെയ്യും, എന്നിട്ട് അതിനെ ഡിലീറ്റ് ചെയ്യും. അതല്ലെങ്കിൽ എന്ത് ചെയ്യും, ഇത് ഈ പാക്കറ്റുകളെല്ലാം കൂടെ നെറ്റ്വർക്കിൽ തന്നെ ഇങ്ങനെ കിടന്നു പോകും. ബാക്കി പാക്കറ്റുകൾ വന്നു കഴിയുമ്പോൾ അവിടെ കൊളീഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ ടെർമിനേറ്റർ ആ പാക്കറ്റിനെ നമ്മുടെ നെറ്റ്വർക്കിൽ നിന്ന് റിമൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതാണ് നെറ്റ്വർക്ക് ബസ് ടോപ്പോളജിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ ബസ് ടോപ്പോളജിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് പറയുകയാണെങ്കിൽ ഈസി ടു ഇൻസ്റ്റാൾ, റിക്വയർ ലെസ് കേബിൾ ലെങ്ത് ആൻഡ് ഹെൻസ് ഇറ്റ് ഈസ് കോസ്റ്റ് എഫക്റ്റീവ്. Failure of node does not affect the network. Failure of cable or terminator leads to a breakdown of the entire network. Fault diagnosis is difficult. Only one node can transmit data at a time. അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും പറയാം. ഒന്ന് സിമ്പിൾ സ്ട്രക്ചറാണ്, അല്ല ഒരൊറ്റ ബസ്സേ ഉള്ളൂ, ഒരൊറ്റ കമ്മ്യൂണിക്കേഷൻ ലൈനേ ഉള്ളൂ. അതിലേക്ക് നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും ഡിവൈസിനെ ആഡ് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു നോഡ് ഇവിടെ വേണ്ടാന്ന് നമ്മൾ തീരുമാനിക്കുകയാണെങ്കിൽ എന്താണ്, ഈ ഒരു ലൈൻ അതിൽ നിന്ന് ആ ബസ്സിൽ നിന്ന് അങ്ങ് മാറ്റിയാൽ മതി. അപ്പം ഈ നോഡ് അതിൽ നിന്ന് റിമൂവ് ആയി പൊക്കോളും. പുതുതായിട്ട് ഒരെണ്ണത്തിന് ആഡ് ചെയ്യാൻ എളുപ്പമായിരിക്കും. പക്ഷേ ഇതിൻ്റെ അകത്ത് ഡിസഡ്വാൻറ്റേജസ് പറയുകയാണെങ്കിൽ ഇപ്പം ഈ നോഡ് ഏതെങ്കിലും ഒരു നോഡിന് ഫെയിലിയർ വന്നു കഴിഞ്ഞാൽ പ്രശ്നമില്ല, നെറ്റ്വർക്ക് അതേപോലെ തന്നെ വർക്ക് ചെയ്യും. പക്ഷേ ഈ കേബിളിനാണ് ഫെയിലിയർ സംഭവിക്കുന്നതെങ്കിൽ, ഇപ്പം ഇവിടെ വെച്ചിട്ട് എന്തെങ്കിലും ഒരു ഫെയിലിയർ സംഭവിക്കുകയാണെങ്കിൽ ഇത് രണ്ടിനെയും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ പിന്നെ നടക്കത്തില്ല. അപ്പം അത് ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. പിന്നെ ഇതിൻ്റെ അകത്ത് ഫോൾട്ടൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കണ്ടുപിടിക്കാനൊക്കെ ആയിട്ടും ബുദ്ധിമുട്ടുണ്ടായിരിക്കും. പിന്നെ ഒരു പാക്കറ്റ് ഒരു സമയത്ത് ഒരു ഡിവൈസിന് മാത്രമേ ഡാറ്റ സെൻഡ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ പാക്കറ്റുകൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരുന്ന് കഴിഞ്ഞാൽ കൊളീഷനുള്ള സാധ്യതയുണ്ടാവും. ഒന്നിലധികം ഡിവൈസ്, ഇപ്പോൾ ഇവിടെ നിന്ന് ഒരു ഡിവൈസ് പാക്കറ്റ് സെൻഡ് ചെയ്തു, ഇവിടെ നിന്ന് അടുത്ത ഡിവൈസ് ഇങ്ങോട്ടേക്ക് തിരിച്ച് പാക്കറ്റ് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടും കൂടി വരുമ്പോഴേക്കും അവിടെ കൊളീഷൻ ഉണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള കേസൊക്കെ ഇവിടെ സംഭവിക്കുന്നത് ഡിസഡ്വാൻറ്റേജ് ആണ്. അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഒരു ഒറ്റ സമയത്ത് ഒരു ഡിവൈസിന് മാത്രമേ ഇതിൽ വഴി ഡാറ്റ സെൻഡ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. പിന്നെ അത്രയൊക്കെയാണ് അതിൻ്റെ
അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും, പിന്നെ ഇത് കോസ്റ്റ് കുറവായിരിക്കും ബസ് ടോപ്പോളജിയിൽ. നമുക്ക് അടുത്തത് നോക്കാം. അടുത്തത് സ്റ്റാർ ടോപ്പോളജി. സ്റ്റാർ ടോപ്പോളജി എന്ന് പറയുമ്പോൾ ഒരു സെൻട്രൽ ഹബ്ബ് അല്ലെങ്കിൽ ഒരു സെൻട്രൽ സ്വിച്ച് ഉണ്ടായിരിക്കും. ഈ സ്വിച്ചിലേക്കായിരിക്കും ബാക്കിയുള്ള നോഡ്സ് എല്ലാം കൂടെ കണക്ട് ചെയ്തിരിക്കുന്നത്. ഇതാണ് സ്റ്റാർ ടോപ്പോളജി. ഇവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ, സിംഗിൾ കമ്മ്യൂണിക്കേഷൻ ലൈൻ ഒന്നുമില്ല. ഈ സ്വിച്ചിലേക്ക് ഇതുപോലെ ഒരു സ്വിച്ച് ഇവിടെ ഉണ്ടാവും. ഈ സ്വിച്ചിലേക്ക് എല്ലാ ഡിവൈസസിനെയും നമ്മൾ കണക്ട് ചെയ്യും. അപ്പോൾ ഈ ഡിവൈസിന് ഈ ഡിവൈസ് ഒരു എ എന്ന് കൺസിഡർ ചെയ്യുക. ഈ നോഡിന് ഈ ബി എന്ന് പറയുന്ന നോഡിലേക്ക് ഡാറ്റ സെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഇതിലേക്ക് സെൻഡ് ചെയ്യും. ആദ്യം ഈ സ്വിച്ചിലേക്ക് സെൻഡ് ചെയ്യും. സ്വിച്ച് വഴി അതെങ്ങോട്ട് പോകും? ഈ റിസീവറിലേക്ക് പോകും. അപ്പോൾ ഇതാണ് ഇതിന്റെ സ്ട്രക്ചർ. പിന്നെ ഇതിൻ്റെ അകത്ത് പറയുവാണെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ്, അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് പറയുകയാണെങ്കിൽ അത് ഈസി ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് പറ്റും. ബസ് ടോപ്പോളജിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അത് എഫിഷ്യൻ്റ് ആണ്. പക്ഷേ ഈ സ്വിച്ചിന് എന്തെങ്കിലും ഫെയിലിയർ വന്നു കഴിഞ്ഞാൽ എൻ്റയർ നെറ്റ്വർക്ക് ഡൗൺ ആയിപ്പോകും. ഓക്കെ, അപ്പം ഇൻ സ്റ്റാർ ടോപ്പോളജി ഈച്ച് നോഡ് ഈസ് ഡയറക്ട്ലി കണക്റ്റഡ് ടു ദി ഹബ് ഓർ സ്വിച്ച്. ഒരു ഹബിലേക്കോ സ്വിച്ചിലേക്കോ ഡയറക്റ്റ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാകും. If any node has to send some information to any other node, it sends the signal to the hub or switch. This signal is then broadcasted to all the nodes but is accepted only by the intended node. In the case of a switch, the signal is sent only to the intended node. Okay. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഹബ്ബാണ് ഇവിടെ മെയിനായിട്ടും വർക്ക് ചെയ്യുന്നത്. ഈ ഡിവൈസിന് ഏത് ഡിവൈസിന് വേണമെങ്കിലും ഡാറ്റ അക്സെപ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു? ആദ്യം ഈ ഹബിലേക്ക് അല്ലെങ്കിൽ സ്വിച്ചിലേക്ക് ഡാറ്റ സെൻഡ് ചെയ്യും. ഹബിന്റെ കേസിലാണെങ്കിൽ അത് എന്ത് ചെയ്യും? അത് എല്ലാ ഡിവൈസിലേക്കും ബ്രോഡ്കാസ്റ്റ് ചെയ്യും. ബ്രോഡ്കാസ്റ്റ് നമ്മൾ പറഞ്ഞായിരുന്നു, ഒരു നെറ്റ്വർക്കിലേക്കുള്ള എല്ലാ ഡിവൈസിലേക്കും പാക്കറ്റ് സെൻഡ് ചെയ്യുന്നതിനെയാണ് ബ്രോഡ്കാസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം ഈ ഡിവൈസ് ഹബിലേക്ക് സെൻഡ് ചെയ്യുന്നു. ഹബ് അത് എല്ലാ ഡിവൈസിലേക്കും ബ്രോഡ്കാസ്റ്റ് ചെയ്യും. പക്ഷെ ഡെസ്റ്റിനേഷൻ അഡ്രസ്സ് മാച്ച് ചെയ്യുന്ന ഡിവൈസ് മാത്രം എന്ത് ചെയ്യും? അതിനെ അക്സെപ്റ്റ് ചെയ്യും. പക്ഷെ സ്വിച്ച് ആണെങ്കിൽ എന്ത് ചെയ്യും? സ്വിച്ച് ബ്രോഡ്കാസ്റ്റ് ചെയ്യത്തില്ല. ഇതിന്റെ ഡെസ്റ്റിനേഷൻ അഡ്രസ്സ് ചെക്ക് ചെയ്യും. ഡെസ്റ്റിനേഷൻ അഡ്രസ്സ് ചെക്ക് ചെയ്തിട്ട് അത് എന്ത് ചെയ്യും? ആ പർട്ടിക്കുലർ ഡിവൈസിലേക്ക് മാത്രം ഈ പാക്കറ്റിനെ ഫോർവേഡ് ചെയ്യും. അതാണ് സ്വിച്ച്. ഇനി ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മോർ എഫിഷ്യൻറ്റ് compared to the bus topology, easy to install, easy to diagnose faults, easy to expand depending on the specifications of central hub or switch. Failure of hub or switch leads to failure of entire network. Requires more cable length compared to bus topology. ഇവിടെ കേബിൾ ലെങ്ത് കൂടുതലായിരിക്കും. പിന്നെ ഈ ഹബിന് അല്ലെങ്കിൽ സ്വിച്ചിന് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഡിവൈസസിന്റെ എണ്ണത്തിലും ലിമിറ്റേഷൻസ് ഉണ്ടാവും കേട്ടോ. ഇനി റിംഗ് ടോപ്പോളജി. റിംഗ് ടോപ്പോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി ഷേപ്പിൽ ഒരു റിംഗിന്റെ ഫോർമാറ്റിൽ ഒരു ഡിവൈസ് അടുത്തതിലേക്ക് ഈ രീതിയിൽ കണക്ട് ചെയ്തിട്ടുണ്ടാവും. അതായത് ഒരു നോഡ്, ഇപ്പൊ ഈ ഒരു നോഡ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ നോഡ് തൊട്ടടുത്ത രണ്ട് നോഡിലേക്ക്, അതായത് ഇതിലേക്കും ഈ രീതിയിൽ കണക്ട് ചെയ്യുന്നതിനെയാണ് റിംഗ് ടോപ്പോളജി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഡിവൈസിന് രണ്ട് നെയ്ബേഴ്സ് ഉണ്ടാവും, ആ രീതിയിൽ വരുന്നത്. ഈ ഒരു ഡിവൈസിന് ഡയറക്റ്റ് ആയിട്ട് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും, ഇതുമായിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഈ രീതിയിൽ വരുന്നതാണ് റിംഗ് ടോപ്പോളജി. ഒരു റിംഗ് ഷേപ്പിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നതാണ്. ഇനി ഇൻ റിംഗ് ടോപ്പോളജി all nodes are connected using a cable that loops in a ring or circle. A ring topology is in the form of a circle that has no start and no end. Terminators are not necessary in a ring topology. Data travels only in one direction in a ring. While they are passed from one node to the next, each node regenerates the signal. The node for which the signal is intended reads the signal. After traveling through each node, the signal reaches back to the sending node from where it is removed. അതായത് ഇപ്പം ഇതിനകത്ത് ഡാറ്റ എങ്ങനെയാണ് സെൻഡ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇപ്പം ഈ ഡിവൈസിനാണ് ഡാറ്റ, ഇതൊരു എ എന്ന് പറഞ്ഞൊരു നോഡായിട്ട് കൺസിഡർ ചെയ്യുക. ഈ നോഡിന്റെ പേര് എ, ഈ നോഡിന്റെ പേര് ബി. അപ്പം ഈ നോഡിന് ഈ ബി എന്ന് പറയുന്ന നോഡിലേക്ക് ഡാറ്റ സെൻഡ് ചെയ്യണം. അപ്പം ആദ്യം എന്ത് ചെയ്യും? പാക്കറ്റ് ഫോം ചെയ്യും. ഇത് ഒരു ഡയറക്ഷനിൽ മാത്രമേ ഡാറ്റ സെൻഡ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ അത് ഈ ഡയറക്ഷനിലേക്കാണ് സെൻഡ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് സെൻഡ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ഡിവൈസ് ആദ്യം പാക്കറ്റ് അങ്ങോട്ട് ഫോർവേഡ് ചെയ്യും, ഈ ഡിവൈസിലേക്ക് ഫോർവേഡ് ചെയ്യും. ഈ ഡിവൈസ് ആ പാക്കറ്റ് റിസീവ് ചെയ്യും. എന്നിട്ട് അതിന്റെ ഡെസ്റ്റിനേഷൻ അഡ്രസ്സുമായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കും. ഡെസ്റ്റിനേഷൻ അഡ്രസ്സുമായിട്ട് മാച്ച് ചെയ്യുന്നില്ല എന്ന് മനസ്സിലാവും. അപ്പോൾ അത് എന്ത് ചെയ്യും? അത് തൊട്ടടുത്ത ഡിവൈസിലേക്ക് ഫോർവേഡ് ചെയ്യും. ഈ ഡിവൈസിന് അത് കിട്ടും. ഈ ഡിവൈസ് എന്ത് ചെയ്യും? ആ പാക്കറ്റിലെ ഡെസ്റ്റിനേഷൻ അഡ്രസ്സ് ഇതിന്റെ ഡെസ്റ്റിനേഷൻ അഡ്രസ്സുമായിട്ട് അല്ലെ ഇതിന്റെ സ്വന്തം അഡ്രസ്സുമായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കും. മാച്ച് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുമ്പോൾ ശരിയാണ്, മാച്ച് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ അതെന്ത് ചെയ്യും? അതിനെ അക്സെപ്റ്റ് ചെയ്തിട്ട് അത് എന്ത് ചെയ്യും? അവിടെ നിന്ന് അത് റിമൂവ് ചെയ്യത്തില്ല, നേരെ എന്ത് ചെയ്യും? തൊട്ടടുത്ത ഡിവൈസിലേക്ക് തന്നെ അത് ഫോർവേഡ് ചെയ്യും. അതിവിടെ വരും. ഇവിടെ വന്നു കഴിയുമ്പോൾ ആ ഡിവൈസ് എന്ത് ചെയ്യും? അതിന്റെ
അഡ്രസ്സും ഡെസ്റ്റിനേഷൻ അഡ്രസ്സ് നമ്മുടെ പാക്കറ്റിലെ ഡെസ്റ്റിനേഷൻ അഡ്രസ്സ് എന്നുള്ള ഫീൽഡുമായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടോ നോക്കും. അപ്പം നമ്മുടെ കയ്യിൽ ഒരു ലെറ്റർ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ അഡ്രസ്സ് ആദ്യം നോക്കും, ടു അഡ്രസ്സ് നോക്കും. നമുക്കുള്ളതാണെങ്കിൽ മാത്രം നമ്മളത് റീഡ് ചെയ്യും, അതല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അടുത്ത ആൾക്ക് പാസ് ചെയ്ത് വിടും. അപ്പോൾ ആ രീതിയിൽ ഇവിടെ വരും. ഇവിടെ വന്നു കഴിയുമ്പോഴേക്കും അതിന്റെ ഡെസ്റ്റിനേഷൻ അഡ്രസ്സുമായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടോ നോക്കും, ഇതിന്റെ അഡ്രസ്സ്, പക്ഷെ അത് മാച്ച് ചെയ്യുന്നില്ല എന്ന് മനസ്സിലാകും. അങ്ങനെ തൊട്ടടുത്ത നോഡിലേക്ക് പാസ് ചെയ്യും. ഇവിടെ തിരിച്ചു വരും. ഇവിടെ ആരാണ്, ഇവിടെ ഇത് ഈ നോഡ് തന്നെയായിരുന്നു സെൻഡർ, അല്ല ഈ നോഡ് തന്നെയാണ് ആ പാക്കറ്റ് സെൻഡ് ചെയ്തത്. അപ്പൊ അത് ഈ ലൂപ്പ് നെറ്റ്വർക്കിൽ കൂടി ഒരു തവണ എല്ലാ നോഡിൽ കൂടിയും പാസ് ചെയ്തിട്ട് സെൻഡ് ചെയ്ത സ്ഥലത്ത് തന്നെ അത് തിരിച്ചു വരും. അങ്ങനെ തിരിച്ചു വന്നു കഴിയുമ്പോൾ ഈ നോഡ് എന്ത് ചെയ്യും, അതിനെ ഈ നെറ്റ്വർക്കിൽ നിന്ന് റിമൂവ്. ഈ രീതിയിലാണ് റിംഗ് ടോപ്പോളജി വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇതിൻ്റെ അകത്ത് അഡ്വാൻറ്റേജസ് ഡിസഡ്വാൻറ്റേജസ് പറയുകയാണെങ്കിൽ ബാക്കിയുള്ള നെറ്റ്വർക്കിനെ കമ്പയർ ചെയ്ത് കഴിയുമ്പോൾ ഇത് ഇവിടെ ഏതെങ്കിലും ഒരു നെറ്റ്വർക്ക് ഫെയിലിയർ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഈ ഒരു ഭാഗത്ത് എന്തെങ്കിലും ഒരു ഫെയിലിയർ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ നടക്കത്തില്ല. കാരണം ഒരു ലൂപ്പ് ഫുള്ളായിട്ടും പോകണം. അങ്ങനെ ഒരു കേസ് അതിൻ്റെ അകത്തുണ്ട്. പിന്നെ നോട്ട്സിനെ ആഡ് ചെയ്യാനായിട്ടൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പം നമ്മൾ ഇവിടെ നിന്ന് ബസ്സൊക്കെ പറയുവാണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ബസ്സിലേക്ക് കണക്ട് ചെയ്യായിരുന്നു, ഒരൊറ്റ കേബിൾ മാത്രം യൂസ് ചെയ്താൽ മതിയായിരുന്നു. സ്റ്റാറും കുഴപ്പമില്ല, ഡയറക്റ്റ് ആയിട്ട് സ്റ്റാറിലേക്ക് മാത്രം കണക്ട് ചെയ്താൽ മതി. പക്ഷെ ഇവിടെ ഇതിൻ്റെ ഇടയ്ക്കൊരു നോഡിനെ ആഡ് ചെയ്യണമെങ്കിൽ എന്തായിരിക്കും, ഈ നോഡിൽ നിന്നും ഉള്ള കണക്ഷൻ മാറ്റിയിട്ട് പുതിയ നോഡിലേക്ക് കൊടുക്കണം. അപ്പം ബാക്കിയുള്ള നെറ്റ്വർക്കിനെ കമ്പയർ ചെയ്ത് കഴിയുമ്പോൾ പുതിയ നോഡ്സ് ഈ നെറ്റ്വർക്കിലേക്ക് ആഡ് ചെയ്യുക എന്നുള്ളത് ഡിഫിക്കൽട്ടാണ്. No signal amplification is required as each node amplifies the സിഗ്നൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു നോഡ് ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ അകത്ത് ഡാറ്റ ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് പരിഗണിച്ച് നമ്മൾ എന്ത് ചെയ്യും, സിഗ്നൽ ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ റിപ്പീറ്റേഴ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് സിഗ്നൽസിനെ നമ്മൾ എന്ത് ചെയ്യും, റീജനറേറ്റ് ചെയ്ത് വിടുകയാണ് ചെയ്യുന്നത്. അപ്പം ഓരോ നോഡും എന്ത് ചെയ്യുന്നുണ്ട്, ഒറിജിനൽ ഫോമിൽ എങ്ങനെയാണോ അതിന് കിട്ടിയത് അതേപോലെ തന്നെ അത് ഒന്നുകൂടി റീജനറേറ്റ് ചെയ്ത് പുറത്തേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്, ആംപ്ലിഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യും, അതിനകത്ത് സെപ്പറേറ്റ് ആയിട്ട് ആംപ്ലിഫയർ ഒന്നും നമുക്ക് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ കേബിൾ ലെങ്ത് കുറവായിരിക്കും, അതുകൊണ്ട് തന്നെ ഇതെന്താണ്, കോസ്റ്റ് എഫക്റ്റീവ് ആണ്. ഇഫ് വൺ നോഡ് ഫെയിൽസ് എൻറ്റയർ നെറ്റ്വർക്ക് വിൽ ഫെയിൽ. പിന്നെ അഡീഷൻ ഓഫ് നോഡ്സ് ടു ദ നെറ്റ്വർക്ക് ഈസ് ഡിഫിക്കൽട്ട്. പുതിയ നോഡ്സിനെ ആഡ് ചെയ്യുക എന്നുള്ളതും ഡിഫിക്കൽട്ടാണ്. അപ്പം ടോപ്പോളജി പറയുമ്പോൾ നിങ്ങൾ ഈ ഫിഗറും കൂടി വരയ്ക്കും. ഫിഗർ ഇമ്പോർട്ടൻ്റ് ആണ്, ഏത് രീതിയിലാണ് നോഡ്സിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നതും കൂടി ഓർക്കണം. ഇനി അടുത്തത് മെഷ് ടോപ്പോളജിയാണ്. മെഷ് ടോപ്പോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നോഡ് എല്ലാ നോഡിനുമായിട്ടും കണക്ട് ചെയ്തിരിക്കുന്നതിനെയാണ് മെഷ് ടോപ്പോളജി എന്ന് പറയുന്നത്. ഒരു നെറ്റ്വർക്കിലെ ഒരു നോഡ് എല്ലാ നോഡുമായിട്ടും കണക്റ്റഡ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ മനസ്സിലാവും, ഈ ഒരു നോഡിന് എവിടെയൊക്കെ ലിങ്ക് ഉണ്ട്, ഈ ലിങ്ക് വഴി ഇതിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്, ഈ ലിങ്ക് വഴി ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്, പിന്നെ ഈ ഒരു ലിങ്ക് വഴി ഈ നോഡിലേക്ക്, ഈ ഒരു ലിങ്ക് വഴി ഈ നോഡിലേക്ക്. ഓക്കെ, അതായത് ഒരു നോഡ് പോയിന്റ് ടു പോയിന്റ് കണക്ഷൻ ആണ്, ഡയറക്റ്റ് ആയിട്ട് ഒരു പാത്ത് എല്ലാ നോഡ്സിന്റെ ഇടയ്ക്ക് ഉണ്ടായിരിക്കും. ഇതിനാണ് മെഷ് ടോപ്പോളജി എന്ന് പറയുന്നത്. In mesh topology, every node is connected to other nodes. So there will be more than one path between two nodes as shown in figure. ഒരു രണ്ട് നോഡിന്റെ ഇടയ്ക്ക് ഒന്നിലധികം പാത്തുകൾ ഉണ്ടാവും. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ നോഡിന്റെ ഇടയ്ക്ക് ഇവിടെ ഡയറക്റ്റ് ആയിട്ടൊരു പാത്ത് ഉണ്ട്, അതല്ലെങ്കിൽ ഈ ഒരു പാത്ത് ഇവിടെ നിന്ന് ഇങ്ങനെ പോകുന്ന ഒരു പാത്ത് ഉണ്ട്, അതല്ലെങ്കിൽ ഈ നോഡിലേക്ക് സെൻഡ് ചെയ്യാം, അവിടെ നിന്ന് ഇങ്ങോട്ടൊരു പാത്ത് ഉണ്ട്, അങ്ങോട്ട് സെൻഡ് ചെയ്യാം, ഇവിടെ നിന്നൊരു പാത്ത് ഉണ്ട്, ഈ നോഡിലേക്ക് സെൻഡ് ചെയ്യാം, പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു പാത്ത്, ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു പാത്ത്. അങ്ങനെ രണ്ട് നോഡ്സിന്റെ ഇടയ്ക്ക് ഒന്നിലധികം പാത്തുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു പാത്ത് ഫെയിൽ ആയാലും ഡാറ്റ എന്ത് ചെയ്യും, മറ്റേതെങ്കിലും ഒരു പാത്ത് വഴി ഡെസ്റ്റിനേഷനിലേക്ക് റീച്ച് ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ ഇത് കോംപ്ലക്സ് ആണ്, ഇത് മാനേജ് ചെയ്യാനായിട്ട് ഡിഫിക്കൽട്ട് ആയിരിക്കും. പുതിയ നോഡ്സിനെ ആഡ് ചെയ്യുക എന്നുള്ളതും ബുദ്ധിമുട്ടാണ്. ഒരുപാട് കേബിളുകൾ ഇവിടെ ആവശ്യമായിട്ട് വരുന്നുണ്ട്. അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് പറയുകയാണെങ്കിൽ നെറ്റ്വർക്ക് വിൽ നോട്ട് ഫെയിൽ ഈവൻ ഇഫ് വൺ പാത്ത് ബിറ്റ്വീൻ ദ നോഡ് ഫെയിൽസ്. എക്സ്പെൻസീവ് ബിക്കോസ് ഓഫ് എക്സ്ട്രാ കേബിൾസ് നീഡഡ്, വെരി കോംപ്ലക്സ് ആൻഡ് ഡിഫിക്കൽട്ട് ടു മാനേജ്. ഇതാണ് മെഷ് ടോപ്പോളജിനെ കുറിച്ച് പറയാനുള്ളത്. നമ്മൾ 4 തരത്തിലുള്ള ടോപ്പോളജീസ് പറഞ്ഞു, ബസ്, സ്റ്റാർ, റിങ്, മെഷ്. ടോപ്പോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നെറ്റ്വർക്കിലുള്ള നോഡ്സിനെ ഏതൊക്കെ രീതിയിലാണ് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത്, എങ്ങനെയൊക്കെ കണക്ട് ചെയ്യാം എന്നുള്ളതാണ് ടോപ്പോളജി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബസ് ആണെങ്കിൽ ഒരു സിംഗിൾ കമ്മ്യൂണിക്കേഷൻ ലൈൻ ഉണ്ടായിരിക്കും. ആ സിംഗിൾ കമ്മ്യൂണിക്കേഷൻ ലൈനിലേക്ക് എല്ലാ ഡിവൈസസിനെയും ഡയറക്റ്റ് ആയിട്ട് നമ്മൾ കണക്ട് ചെയ്യുന്നു. ഒരു ഡിവൈസിന് മറ്റൊരു ഡിവൈസിലേക്ക് ഡാറ്റ സെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ബസ്സിലേക്ക് ആദ്യം സെൻഡ് ചെയ്യും, ബസ് വഴി അത് ആ ഡിവൈസിലേക്ക് ചെല്ലും. ബ്രോഡ്കാസ്റ്റ് ചെയ്യാണ്, എല്ലാ ഡിവൈസും അത് അക്സെപ്റ്റ് ചെയ്യും, എന്നിട്ട് അതിന്റെ സ്വന്തം അഡ്രസ്സും ഈ വരുന്ന പാക്കറ്റിലെ ഡെസ്റ്റിനേഷൻ അഡ്രസ്സുമായിട്ട് കമ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ അക്സെപ്റ്റ് ചെയ്യും, അതല്ലെങ്കിൽ തിരിച്ച് ബസ്സിലേക്ക് കൂടി തന്നെ പിന്നെയും സെൻഡ് ചെയ്തേക്കും. ഇനി സ്റ്റാർ ടോപ്പോളജി ആണെങ്കിൽ ഒരു സെൻട്രൽ ഹബ്ബ് അല്ലെങ്കിൽ സ്വിച്ച് ഉണ്ടായിരിക്കും. ഈ സ്വിച്ച് വഴിയായിരിക്കും എല്ലാ ഡിവൈസിനെയും കണക്ട് ചെയ്യുന്നത്. ഒരു ഡിവൈസിൽ നിന്ന് ഇന്നൊരു ഡിവൈസിലേക്ക് ഡാറ്റ സെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം ഹബ്ബിലേക്ക് അല്ലെങ്കിൽ സ്വിച്ചിലേക്ക് സെൻഡ് ചെയ്യും, അവിടെ നിന്നാണ് അത് ഡെസ്റ്റിനേഷനിലേക്ക് പോകുന്നത്.
റിംഗ് ടോപ്പോളജി ആണെങ്കിൽ ഒരു റിംഗ് ഷേപ്പിലായിരിക്കും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഒരു ഡിവൈസ് തൊട്ടടുത്ത് 2 ഡിവൈസിലേക്ക് കണക്ട് ചെയ്യുന്ന രീതിയിലാണ് അതിൻ്റെ ആർക്കിടെക്ചർ വരുന്നത്. ഡാറ്റ റിംഗ് ഷേപ്പിൽ ഒരു ഡയറക്ഷനിലേക്ക് ട്രാവൽ ചെയ്യുന്നു. അപ്പം ഓരോ നോഡും പാക്കറ്റ് അക്സെപ്റ്റ് ചെയ്യുന്നു, അതിൻ്റെ ഡെസ്റ്റിനേഷൻ അഡ്രസ്സുമായിട്ട് മാച്ച് ചെയ്ത് നോക്കുന്നു, എന്നിട്ട് എന്ത് ചെയ്യും, അതിനാവശ്യമുള്ളതാണെങ്കിൽ അതിനെ അക്സെപ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ അത് ആ പാത്തിൽ കൂടി തന്നെ പിന്നെയും അത് സെൻഡ് ചെയ്യും. ഇനി ഇതുപോലെ എല്ലാ നോഡിൽ കൂടിയും പാസ് ചെയ്തിട്ട് തിരിച്ച് സെൻറ്ററിൽ തന്നെ എത്തും. അവിടെ നിന്ന് ആ സെൻറ്റർ അതിനെ റിമൂവ് ചെയ്യും. മെഷ് ടോപ്പോളജി ആണെങ്കിൽ ഒരു നോഡ് ബാക്കിയുള്ള എല്ലാ നോഡ്സുമായിട്ടും ഡയറക്റ്റ് ആയിട്ട് കണക്റ്റഡ് ആയിരിക്കും. പോയിന്റ് ടു പോയിന്റ് കണക്ഷൻ ഇവിടെ ഉണ്ടായിരിക്കും. പോയിന്റ് ടു പോയിന്റും ബ്രോഡ്കാസ്റ്റും പറഞ്ഞു. പോയിന്റ് ടു പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇതേപോലെ ഡയറക്റ്റ് ആയിട്ട് കണക്ഷൻ വരുന്നതിനെയാണ് പോയിന്റ് ടു പോയിന്റ് എന്ന് പറയുന്നത്. ബ്രോഡ്കാസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരെണ്ണം മറ്റതിലേക്ക് എല്ലാത്തിലേക്കും സെൻഡ് ചെയ്യുന്നതിനെയാണ് ബ്രോഡ്കാസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് ഒരു പാത്ത് ഫെയിൽ ആയാലും നമുക്ക് പ്രശ്നമൊന്നുമില്ല, ബാക്കി ഏത് പാത്തിൽ കൂടി വേണമെങ്കിലും ഡാറ്റയ്ക്ക് ഡെസ്റ്റിനേഷനിലേക്ക് ചെല്ലാനായിട്ട് പറ്റും. പക്ഷേ ഇത് കോംപ്ലക്സ് ആണ്, മാനേജ് ചെയ്യാൻ ഡിഫിക്കൽട്ട് ആയിരിക്കും, ഒരുപാട് കേബിളുകളൊക്കെ ആവശ്യമായിട്ട് വരുന്നുണ്ട്, കോസ്റ്റ് കൂടുതലായിരിക്കും. അപ്പോൾ ഇത്രയാണ് ടോപ്പോളജീസിനെ കുറിച്ച് പറയാനുള്ളത്. താങ്ക് യു.